ഹായ് ഫ്രണ്ട്സേ, കള്ള് ഷാപ്പിലേക്കാന്ന് പറയുമ്പോൾ ചാടി ഇറങ്ങി ഓടി വരുന്ന ഇവളാണ് എൻ്റെ ഭാര്യ. ആര്? എൻ്റെ ഭാര്യ. ഇനിയിപ്പോൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് തന്നെ പോവാന്ന് വെച്ചു. ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ മാത്രമല്ല കേട്ടാ, വേറെ 2 ടീംസും കൂടി ഉണ്ട്. സബികൻ്റെയും വടക്കൻ്റെയും ഫാമിലി. വടക്കൻ ആരാന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ തീരെ സമയം കളയാനുമില്ല. ഓൾറെഡി ഒരുപാട് സമയം നമ്മൾ കളഞ്ഞു. നേരത്തെ ഒരു വഴിയിൽ കാത്തിക്കുന്നുണ്ട്. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വിടലായി. അങ്ങനെ പോകുന്ന വഴിക്ക് അത് കണ്ടത് നമ്മുടെ സേവ് ദ ഡേറ്റ് ഉണ്ടായി. നീ പറയാത്തത് വേറെ ആര് പറയും? പറ. ഭയങ്കര നാണക്കേടാ നീ. എന്താ പറയണ്ടേ? മൊബൈലും ക്യാമറയിലും കാണാൻ ഭയങ്കര നാണക്കേടാണ്. നമ്മൾ ഏകദേശം സ്ഥലത്തെത്താനായിട്ടുണ്ട്. ഇതൊരു അടിപൊളി ലൊക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റിന്റെ സേവ് ദ ഡേറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആൾക്കാരുമായിട്ട് കണ്ടുമുട്ടി വഴിയുന്നു. അങ്ങനെ അവിടെ നിന്ന് കരിക്കും വെള്ളവും കരിക്കും ജ്യൂസും കരിക്കും ഷേക്കൊക്കെ അടിച്ചിട്ട് തീരുമാനം നേരെ ബീച്ചിലേക്ക് പോയാലോ എന്നായി. അവിടെ പോകുമ്പോൾ ഏതായാലും നന്നായിട്ട് വിശക്കും. അപ്പോൾ ഷാപ്പിലേക്ക് വിട്ടാൽ മതി എന്നായി തീരുമാനം. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ബീച്ചിലേക്ക് വെച്ച് പിടിച്ചു. പുഴയും കടലിനെ സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക്. അഴിമുക്കോ അങ്ങനെ എന്തോ ആണ് പേര്. പടന്നക്കടപ്പുറമില്ലേ, ആ ഒരു ഭാഗത്തായിട്ട് വരും. അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കാണെങ്കിലോ ഭയങ്കര വെയിൽ. അതുകൊണ്ട് തന്നെ പിള്ളേരെയും കൊണ്ട് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കണ്ടു. സബികൻ്റെ കുഞ്ഞുമോനുണ്ട് സച്ചു. ഓനാണെങ്കിൽ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് ചാടി ചാടി നടക്കുവാണ്. ഇതിങ്ങനെ കല്ലിട്ട് അങ്ങനെ കടലിലേക്ക് അങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ തറ്റത്തങ്ങ് പോയി നിന്ന് നല്ല രസമാണ്. കൊച്ചു കുഞ്ഞുങ്ങളിലുണ്ട്. നമ്മളങ്ങോട്ട് പോകുന്നില്ല, അധികം റിസ്ക് എടുക്കുന്നില്ല. നല്ല വെയിലുണ്ട്. പക്ഷെ വെയിലും ചൂടൊന്നും അങ്ങനെ അറിയുന്നില്ല. അതിനെക്കാട്ടിലും ഭയങ്കര കാറ്റുണ്ട് ഇവിടെ. നല്ല സുഖമില്ല. ഒരു 8 മണി വരെയെങ്കിലും ഇങ്ങനെ ഇരിക്കാം. ആ ഒരു സെറ്റപ്പാണ് ഇവിടെ. അതുകൊണ്ട് വെയിലും കൊണ്ട് അധികം സമയം കളയാനില്ലാത്തതുകൊണ്ട് കുറച്ചപ്പുറത്ത് തന്നെയാണ് ശരിക്കും നമ്മൾ പറഞ്ഞ ബീച്ച്. അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി. നല്ല വെയിലിൻ്റെ സമയമാണെങ്കിലും ഇവിടെ വരുന്ന ആൾക്കാർക്ക് വലിയ കുറവൊന്നുമില്ല. നമ്മളെ കൂടാണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട്. ചിലരൊക്കെ ഈ സമയത്ത് വന്ന് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങലായി. സൂര്യാസ്തമയം എല്ലാം കാണുമോ നോക്കാം. ചുറ്റും തെങ്ങക്കയറി ശരിക്കും അടിപൊളി ഒരു ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല കാറ്റും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്ന മറ്റേ പാട്ടാണ്. അത് നാളികേരത്തിൻ്റെ നാട്ടിലെ എനിക്കൊരു നാടീരങ്ങഴി മണ്ണുണ്ട്, ഒരു നാടീരങ്ങഴി മണ്ണുണ്ട്. പാട്ടിൻ്റെ വരിയൊന്നും നമുക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് അധികം റിസ്ക് എടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. സൂര്യാസ്തമയം ആവണമെങ്കിൽ ഇനിയും ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം എടുക്കുന്നത് തോന്നും. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് വേർക്കേണ്ടി വരും മിക്കവാറും. പക്ഷെങ്കിൽ വലിയ എന്താ പറയണ്ടേ, ചൂടും വെയിലൊന്നും അറിയുന്നില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിചാരിച്ച് നല്ല വെയിലായിരിക്കും, അപ്പം തന്നെ തിരിച്ച് പോകേണ്ടി വരുന്നു. പക്ഷെ നല്ലൊരു എന്താ പറയണ്ടേ, അടിപൊളി ഒരു ഫീലാണ്. എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും മൺകുടമാണ്. നിങ്ങളെ മനസ്സിൽ മൺകുടമായിരിക്കും അല്ലേ? ഇവിടെ അധികം നിൽക്കും തോന്നുന്നില്ല. നേരെ നമ്മൾ മൺകുടത്തിലേക്ക് തന്നെ ഇപ്പം വിടും. ചുറ്റുവാണെങ്കിൽ ഇന്ന് ഉറങ്ങുന്നേ ഇല്ല. ബീച്ചിൽ പോയിട്ട് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുവാന്ന് കണ്ട. പക്ഷെ ഒന്നും വിചാരിച്ച പോലെ ആയിരുന്നില്ല ഗൈസ്. വീട്ടുവിന് ബീച്ചും ഇഷ്ടപ്പെട്ടിട്ട, ചൂടും ഇഷ്ടപ്പെട്ടിട്ട, ഈ വെയിലും ഇഷ്ടപ്പെട്ടിട്ട. അതുകൊണ്ട് അധികം നേരം ബീച്ചിൽ കളിക്കാൻ ആർക്കും പറ്റിയില്ല. എന്നിരുന്നാലും എല്ലാവരും ബീച്ചിൽ ഇറങ്ങി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് സമയം കാറ്റെല്ലാം കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വടക്കനും സബികനൊരു സൈഡായി. സച്ചുവിനാണെങ്കിൽ കോളടിച്ചു. ഒരേ കളി തന്നെ. അവിടെ വന്നവർക്ക് ഇങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് കടലിലെ തിരകളിൽ എണ്ണി ചാടി കുളിച്ച് മറിയുമ്പോൾ നമ്മളെപ്പരം വന്ന കുറച്ച് ആൾക്കാർ കണ്ടേ ഇതാ കിടക്ക പൂഴി കിടന്ന് കളിക്കുക കണ്ട. ഇതൊക്കെയാണ് ഇവരുടെ 90s കലാപരിപാടികൾ. എന്ത് ചെയ്യാനാണ്, കിടക്കണ കിടപ്പ് കണ്ട ഒന്നും പറയാനില്ല. അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമാശയെല്ലാം പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ദിവാകരൻ മെല്ലെ താന്ന് വരുന്നുണ്ട് നൈസായിട്ട്. ദിവാകരൻ അധികം താഴ്ന്നവർ ഇവിടെ നിന്നാൽ നമുക്ക് മൺകുടത്തിൽ പോയാൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് നേരെ വിട്ടു മൺകുടത്തിൽ. അങ്ങനെ മൺകുടത്തിൻ്റെ വാതിക്കലെത്തുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്താണെന്നറിയില്ല ഒരു ഉഷാറങ്ങനെ കയറി വന്നിട്ടുള്ളൂ. മരണത്തിരക്കും. ഇവിടെ പോയ ഒന്നും കിട്ടൂല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെ നമ്മൾ ചാടി ഇറങ്ങി. ഒന്നും കിട്ടൂല എന്ന് ഉറപ്പിച്ച പിന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലേ. പക്ഷെ ഉൾമനസ് ഇറങ്ങാതിരിക്കാൻ വിടുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാടി ഇറങ്ങി ഓടിക്കയറി സീറ്റ് പിടിച്ചു. എന്തോ ഭാഗ്യത്തിന് നമുക്കില്ല സീറ്റ് ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ വന്നിട്ടുണ്ട് പള്ളിപ്പാറ ഷാപ്പ്. പക്ഷേ ഇത്രയും സെറ്റപ്പാക്കി ആദ്യമായിട്ട് വരും. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട്. അങ്ങനെ ഷാപ്പിൻ്റെ അകത്ത് കയറിയിട്ട്
ഓരോന്നായിട്ട് ഓർഡർ ചെയ്യാം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഭാര്യമാരുടെ ദിവസമാണ്. നമ്മൾ വെറുതെ വന്ന് പോസ്റ്റ് ആവാന്നേ ഇല്ല. പക്ഷെ നമ്മൾ പിന്നെ ഒരു ദിവസം വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നേതായാലും ഒന്നും നടക്കൂല, ഫാമിലി ആയിട്ട് വന്നതല്ലേ. പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ നോ കോംപ്രമൈസ്. എല്ലാ ഐറ്റവും 1 by 1 ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പാൽക്കപ്പയും ബീഫ് ഫ്രൈയും ഉള്ള വരട്ടിയ മീനെല്ലാം വാങ്ങി. അതും കണ്ട് ഞാനും വീട്ടും ഇങ്ങനെ കൊതി വിട്ട് നിൽക്കുവന്നു. ഒരു സ്നേഹവും ഇല്ലാണ്ട് ബാക്കി എല്ലാവരും ചലക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ. അതിൻ്റെ പുറകെ തന്നെ ഭാര്യമാർക്ക് സ്പെഷ്യൽ കള്ളും വന്നു. നല്ല മുന്തിരിക്കള്ളും ഇളം കള്ളും അടിപൊളി. പിന്നെ പനങ്കള്ളും കൊണ്ടുവന്നതാണ് നമ്മ പറഞ്ഞ വടക്കൻ. ഇത് സബികൻ്റെ മുൻ സച്ചു, കാവ്യ, അനു എല്ലാവരും മാക്ക അടിക്കാൻ തുടങ്ങി. പ്ലേറ്റ് ഓരോന്ന് കാലിയാവും തോറും പുതിയ ഓരോ പ്ലേറ്റ് വന്നുകൊണ്ടിരുന്നു. മുമ്പൊക്കെ ആണെങ്കിൽ അടിയായിരുന്നു. ഇപ്പം ഒഴിച്ച് കൊടു എന്താ ചെയ്യട്ടെ. വെള്ളയപ്പവും ചിക്കൻ പെരക്കും കപ്പയും കാടഫ്രൈയും എൻ്റെ അമ്മോ പറയണ്ട. ഇതിനൊരു അവസാനമേ ഉണ്ടായിട്ടില്ല. നല്ല പൊടിക്കപ്പയും പന്നി ഫ്രൈ എല്ലാം കൂട്ടി പിടിക്കും എൻ്റെ സാറ്. എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ ചുറ്റുള്ളൊന്നും കാണൂല. പിന്നെ ആൽക്കഹോൾ ഓൾവേസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് ഇന്ന് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ബൈ.